ഞാനൊരു കിച്ചൺ ക്യാപ്റ്റനാണ്. പക്ഷേ അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവൻ സ്വന്തമായിട്ട് ചോദിക്കാതെ പോലും ചെയ്യുന്നു. പക്ഷെ നമ്മൾ അവൻ്റെ എന്നിട്ട് അവൻ മാറി എവിടെയെങ്കിലും കിടക്കുന്നു. അവൻ എന്തെങ്കിലും ഒരു ടെൻഷനുണ്ട് അതുകൊണ്ടാണ് അവനവിടെ കിടക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവനെ ഒന്നും പറയുന്നില്ല. ശരി, ഞാൻ ഇനി മുതൽ കിച്ചൺ ക്യാപ്റ്റൻ പറയുന്നതേ ചെയ്യത്തുള്ളെന്ന് നെവിൻ പറയുന്നുണ്ട്. നൂൽ പൊറോട്ടയോ മറ്റോ നെവിൻ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം സാമാൻ പറയണം, അതൊക്കെ നീ നിൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്നു, നമ്മൾ നിന്നോടൊന്നും പറയുന്നില്ല. നീ ക്യാപ്റ്റനായ എന്നോട് ഒരു റെസ്പെക്റ്റ് ഇല്ലാതാണ് പെരുമാറുന്നത്. ഇതൊക്കെ നിൻ്റെ ഒരു ഗെയിം ആയിരിക്കാം. പക്ഷേ എപ്പോഴും ആകുമ്പോൾ അതൊരു നമുക്കൊരു ബുദ്ധിമുട്ടാണെന്ന് സാബു പറയുന്നു. വീണ്ടും വന്ന് ഓരോന്ന് പറയണം. അപ്പോൾ പറയണം ഇവൻ തലേ കയറും, സോപ്പിടും, വീണ്ടും നമ്മളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യും. എന്താണ് ഇവൻ്റെ ഇതൊന്നും എനിക്ക് പിടിക്കുന്നില്ല, എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ലെന്നൊക്കെ സാവുമാൻ പറയുന്നുണ്ട്. അന്നേരം നെവിൻ പറയുകയാണ്, എന്താണ് ഞാൻ ഉണ്ടാക്കേണ്ടത്? കിച്ചൺ ക്യാപ്റ്റൻ പറയും, ഞാൻ വൈകിട്ട് എന്താണ് ഉണ്ടാക്കുന്നത്? അപ്പം ഒരുപാട് പ്രാവശ്യം ചോദിച്ചാൽ എനിക്കറിയത്തില്ല, എന്തെങ്കിലും ചെയ്യുന്നൊക്കെ സാവുമാൻ പറഞ്ഞു ഒഴിഞ്ഞെങ്കിലും സോറി, നിന്നെ ഞാനൊരു സഹോദരനായിട്ട് കണ്ടുപോയി, നിന്നോട് എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്ക് സഹോദര എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും സാവുമാനെ ഇപ്പോൾ കളിയാക്കുന്നുണ്ട് നെവിന. സാവുമാന് ഈ എവിക്ഷൻ്റെ ടൈം എടുക്കും തോറും ടെൻഷനാണ്. ഇവൻ എന്നെ ഇങ്ങനെ നെഗറ്റീവ് അടിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ വോട്ട് ഇത്രയും പോവും, എനിക്ക് ആൾക്കാർ വോട്ട് ചെയ്യാതാവും. ഇന്നലെയൊക്കെ ഇട്ട പേര് വളരെ മോശമായിട്ടുള്ളൊരു പേരൊക്കെ ഇട്ടു, നാരദനെന്നൊക്കെ ഇട്ടല്ലോ. അപ്പം അതൊക്കെ കൊണ്ട് സാവുമാന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നെവിനെ. അപ്പോൾ സാവുമാൻ്റെ തോളെ കൂടി ഇങ്ങനെ കൈ ഇട്ടിട്ട് ഇങ്ങനെ കെട്ടിയൊക്കെ പിടിച്ച് ഇങ്ങനെ സ്നേഹമാക്കാൻ നോക്കിയതാണ്. പക്ഷേ സാവുമാൻ അങ്ങോട്ട് അടുക്കുന്നില്ല. അവസാനം ശരി ശരി എന്തെങ്കിലും ആകട്ടെ, ഞാൻ ചെയ്യാം, പറഞ്ഞാൽ മതി, നിനക്ക് എന്തോ ചെയ്യാൻ ഇഷ്ടമുള്ളതെന്ന് ലാസ്റ്റ് ചോദിക്കുന്നുണ്ട്. അപ്പം സാവുമാൻ പറഞ്ഞു, നീ ചെയ്യാനിടുന്നത് എന്തോ നൂൽ പൊറോട്ടയോ മറ്റോ അല്ലയോ, അത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ നെവിൻ പറഞ്ഞു, ഇല്ല എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഞാൻ ചെയ്യത്തില്ല, നിനക്ക് വേണമെങ്കിൽ നീ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് കിച്ചണിലേക്ക് പോയി നെവിൻ. അപ്പോഴത്തേനും സാവുമാൻ പറയാണ്, കണ്ടോ ഇതാ അവൻ്റെ കുഴപ്പം, ഇവൻ നമ്മളോട് ഭയങ്കര ക്ലോസ് ആയിട്ട് സംസാരിക്കും, സ്നേഹം കാണിക്കും, പിന്നെ നമ്മളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യും, പിന്നെ നമ്മളെ എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇവനിൽ നിന്ന് പ്രതീക്ഷിക്കാമെന്ന് സാവുമാൻ പറയുന്നുണ്ട്. നെവിൻ പോയിക്കഴിഞ്ഞപ്പം ആദിലയും നൂറയും പറയാണ്, ഞാൻ വിചാരിച്ചു ഇവൻ നിന്നോട് വന്ന് സംസാരിച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയതെന്ന്, നിന്നോട് വന്ന് ചോദിച്ചില്ലേ? അന്നേരം പറഞ്ഞാൽ ഇല്ല, എന്നോട് ചോദിച്ചില്ല. അക്ബർ എന്ന് ചോദിച്ചപ്പോൾ അക്ബറിനോട് പറയുന്നു, അവൻ ആരാ, അവൻ പോകാൻ പറ സാബുമാന ഇങ്ങനെ പറയുന്നു. അപ്പം നമ്മൾ ആരായി? ഇതാ ഇവൻ്റെ കുഴപ്പം.